എമ്പുരാൻ എന്ന സിനിമ ആശീർവാദ് സിനിമാസിന്റെ കരിയറിലെ തന്നെ ഒരു പൊൻതൂവൽ എന്ന് തന്നെ പറയാം. കാരണം അവർ മാർക്കറ്റ് ചെയ്ത രീതിയും ചിത്രം കൊണ്ടെത്തിച്ചേക്കുന്ന വിധവും ഒക്കെ പ്രശംസ അറിയിക്കുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായി ആദ്യം എടുത്തു പറഞ്ഞത് ട്രാക്കർമാരായിരുന്നു. എമ്പുരാൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പുതിയൊരു നിലവാരം സ്ഥാപിച്ചതിൽ ആശീർവാദ് സിനിമാസിന് വലിയ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഒന്നോ രണ്ടോ ഔദ്യോഗിക പോസ്റ്ററുകൾ മാത്രമായിരുന്നില്ല. അങ്കമാലി മുതൽ അമേരിക്ക വരെയുള്ള പ്രീ സെയിൽസ് മുതൽ 250 കോടി വരെയുള്ള എല്ലാ ചിത്രങ്ങളും ട്രേഡ് നമ്പറുകളുമായി കൃത്യമായി പൊരുത്തപ്പെട്ടും ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസും റിപ്പോർട്ടിംഗ് നമ്പറുകളിൽ ഇത്രയും സുതാര്യതയും വിശ്വാസ്യതയും നിലനിർത്തിയിട്ടില്ല എന്നുകൂടി അവർ എടുത്തു പറയുന്നുണ്ട്. ഭാവി സംരംഭങ്ങൾക്കും ഇതുപോലെ തുടരുക. നിങ്ങളുടെ സമർപ്പണവും പ്രതിബദ്ധതയും ശരിക്കും പ്രശംസനീയമാണ്. സിനിമാ ബിസിനസിന്റെ ഇത്രയും പ്രധാനപ്പെട്ട വശങ്ങളിൽ മറ്റുള്ളവർക്ക് കൃത്യമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് പ്രവർത്തിക്കുന്നത് കാണുന്നത് ശരിക്കും സന്തോഷകരമാണ്. നിങ്ങളുടെ അമിതമായ പിന്തുണയ്ക്ക് എല്ലാ ആരാധകർക്കും ട്രേഡിനും വലിയ നന്ദി പറഞ്ഞുകൊണ്ട് അവർ എത്തുകയുണ്ടായി. കാരണം കൃത്യമായ റിപ്പോർട്ടിംഗ് ആയിരുന്നു ട്രേഡ് അനലിസ്റ്റുകൾ എമ്പുരാന് വേണ്ടി ട്രാക്ക് ചെയ്തതും ആ റിപ്പോർട്ട് നടത്തിയതും. ഇത് കൃത്യമായി തന്നെ ഫോളോ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസിനെയാണ് കാണാൻ സാധിച്ചതും. കൃത്യമായി തന്നെ അവർ ഒഫീഷ്യലായി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ആശീർവാദ് സിനിമാസ്. എല്ലാം കൃത്യമായിരുന്നു. നേരത്തെ ആശീർവാദ് സിനിമാസിന് വലിയ രീതിയിലുള്ള ഒരു പഴി കേട്ടിരുന്നു. കാരണം ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന കണക്കായിരുന്നില്ല ഒഫീഷ്യലായി പുറത്തു വന്നിരുന്നത്. ഇത് വലിയ രീതിയിൽ പഴിയേക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു. ഹേറ്റേഴ്സിനൊക്കെ ഇത് കിട്ടിയാൽ മതിയല്ലോ, അവർ വലിയ രീതിയിൽ വിമർശനങ്ങളുമായി എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാം കൃത്യമായിരുന്നു. ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും കൂടാതെ ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഓൺലൈനിൽ എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് തന്നെ കൃത്യമായ റിപ്പോർട്ടിങ്ങും കൃത്യമായ വിവരങ്ങളുമായിരുന്നു ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നത്. ഇത് ചിത്രത്തിന്റെ കണക്കുകളിൽ സുതാര്യതയുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. യഥാർത്ഥമായ കണക്കുകളാണ് അവരുടെ മുന്നിലേക്ക് എത്തിയതും ഇതിനൊക്കെ പ്രശംസ അറിയിക്കുന്നതുമുണ്ട്. അതുകൊണ്ടാണ് നന്ദി പറഞ്ഞുകൊണ്ട് അവർ എത്തിയതും. അത് കഴിഞ്ഞ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കിയാലും കൃത്യമായി പറയാൻ കഴിയും. കാരണം ട്രാക്കർമാർ ഇപ്പോഴും ഗംഭീര ട്രാക്കിംഗ് ആണ് എമ്പുരാന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 8 13-ാം ദിവസം 1.06 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ നേടിയെടുത്തത്. വിഷു റിലീസിലും എമ്പുരാനെ കൃത്യമായി തിയേറ്ററുകളിൽ ഹോൾഡ് ചെയ്യുകയാണ് ആശീർവാദ് സിനിമാസ്. ഈ പ്രശംസയൊക്കെ അറിയിക്കുമ്പോഴും ഈ പ്രശംസയ്ക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ റെസ്പോൺസ് കിട്ടിയ ഒരു സാധനം കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തുകയും ചെയ്തു. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ജംഗിൾ പൊളി ഐറ്റം, ജംഗിൾ ഫൈറ്റ് സീൻ പങ്കുവെച്ചുകൊണ്ട് ഒരു റീ എഡിറ്റ് വെർഷനാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. കുറച്ച് ലൂസിഫറിൽ നിന്നും ഡയലോഗുകളൊക്കെ കയറ്റി അതൊരു ഗംഭീര ഐറ്റമാക്കി മാറ്റി കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പോഴാണ് ആരാധകരുടെ വലിയൊരു ചർച്ച തന്നെ ഇതിന് ബാക്കിയായി വന്നതും. ലൂസിഫറിലെ കടവുളെ പോലെ എന്ന പാട്ടിന്റെ പുതിയ വെർഷനാണ് ഈ ഫൈറ്റിൽ വരുന്നത്. ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ജേക്സ് വിജോയും ആനന്ദ് ശ്രീരാജും ചേർന്നാണ്. ജംഗിൾ ഫൈറ്റ് സീനിലെ വിഷ്വലുകളും ഈ വീഡിയോ സോങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്ററുകളിൽ വലിയ സ്വീകരണമാണ് ഈ ഫൈറ്റ് സീനിന് ലഭിച്ചത്. കാശ് മുടക്കിയത് ഏറ്റവും കൂടുതൽ മുതലായ സീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ഇപ്പോഴും എത്തുന്നുണ്ട്. മോഹൻലാലിന്റെ എൻട്രിയും മുണ്ടുമടക്കിയുള്ള ഇടിയും ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയിരുന്നു. ആ ഫൈറ്റിലെ കുറച്ച് സീനുകളെ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും അത് മുഴുവനായി തിയേറ്ററിൽ കണ്ടവരുടെ ആവേശം കൊടുമുടിയിലായിരുന്നു. അത് അവർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. വീണ്ടും പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ച ഒരു സീൻ എന്ന് വേണമെങ്കിൽ ഈ സീനെ പറയാൻ കഴിയും. അതേസമയം ഇത് പുറത്തെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കാരണം ഈ സീനുമായി പല മോഹൻലാൽ സീനുകളെയും കമ്പയർ ചെയ്യായിരുന്നു പ്രേക്ഷകർ. മോഹൻലാൽ മുണ്ടുമടക്കി കുത്തി വന്നാൽ എത്രയൊക്കെ ക്ലീഷേ എന്ന് പറഞ്ഞാലും ഒരു ശരാശരി മലയാളിക്ക് അതിലും അഡ്രിനാൽ റഷ് തരുന്നൊരു സ്വീക്വൻസ് വേറെ ഉണ്ടാകില്ല. ഇനി എത്ര സിനിമയിൽ എത്ര വട്ടം കാണിച്ചാലും അത് വേറൊരു വൈബാണ്. ഒരുമാതിരി മനുഷ്യന്റെ ഉള്ളംകാൽ മുതൽ നെറുകുന്തല വരെ അടിച്ചു കയറുന്ന രോമാഞ്ചം. അതുതന്നെയാണ് ഈ ഒരു ഫൈറ്റ് സീനിൽ നമുക്ക് തിയേറ്ററിൽ ലഭിച്ചത്. ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ പരിസരം മറന്ന് ആർത്ത് അലറിയ നിമിഷങ്ങളായിരുന്നു സ്റ്റീഫന്റെ ഇരുട്ടിൽ നിന്നുള്ള ഈ ഒരു ആരംഭം. സകല ഞരമ്പുകളും വരിഞ്ഞു മുറുകിയ അലറി വിളിച്ച നിമിഷങ്ങളായിരുന്നു ഓരോ മോഹൻലാൽ ആരാധകനും ഉണ്ടായ നിമിഷം. നന്ദി പൃഥ്വിരാജ്, നന്ദി മുരളി ഗോപി, നന്ദി ദീപക് ദേവ്, നന്ദി സുജിത് വാസുദേവ്, നന്ദി സ്റ്റൺ സിൽവ, നന്ദി ആന്റണി പെരുമ്പോർ. ലാലേട്ടനെ ഇങ്ങനെ സ്ക്രീനിൽ ഇത്രത്തോളം ഇമ്പാക്റ്റ് വൈബിൽ പ്രസന്റ് ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ എത്തുമ്പോൾ മറ്റൊരു കമ്പാരിസൺ കൂടി പ്രേക്ഷകർ നടത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ക്രാഫ്റ്റ് മാറ്റി നിർത്തിയാൽ ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും ലാലേട്ടന്റെ മൊമെന്റ്സ് ആയാലും എംബ്രാൻ ഫൈറ്റ് ഒക്കെ ശരാശരിയായാണ് തോന്നിയത്. മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് പുലിമുരുകൻ ക്ലൈമാക്സ് ഫൈറ്റ് ആണ് എന്നും പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടെത്തുന്നു. കമ്പാരിസൺ നടത്തിയപ്പോൾ പുലിമുരുകനുമായിട്ടാണ് കമ്പാരിസൺ നടത്തിയത്. കാരണം അതുപോലൊരു അഡ്രിനാൽ റഷ് തരുന്ന സംഭവങ്ങളായിരുന്നു ഇവർ ക്രിയേറ്റ് ചെയ്തത്. പുലിമുരുകനിലെ ഫൈറ്റിൽ തുടങ്ങിയ ആ അഡ്രിനാൽ റഷ് പിന്നെ ലഭിച്ചത് ലൂസിഫറിലെ കടവുളെ പോലെ എന്ന ഫൈറ്റിലായിരുന്നു. പിന്നിപ്പോൾ എമ്പുരാനിൽ കടവുളെ പോലെ പുതിയ വെർഷനിലും. അതുകൊണ്ടാണ് ആ കമ്പാരിസൺ പ്രേക്ഷകർ നടത്തിയത്. ആക്ഷൻ കൊറിയോഗ്രാഫി
പെർഫോമൻസ്, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണ്ട എല്ലാ മേഖലയിലും തികഞ്ഞ പെർഫെക്ഷൻസ് അനുഭവപ്പെടുത്തി എന്ന് മാത്രമല്ല 15 മിനിറ്റ് നീണ്ട ക്ലൈമാക്സ് ഫൈറ്റ് പോർഷൻ ഇമോഷണലും പ്രേക്ഷകരെ പിടിച്ചിരുത്തി കളഞ്ഞു പുലിമുരുകന്. പുലിമുരുകന്റെ ക്ലൈമാക്സ് ഫൈറ്റ് നൽകിയ സാറ്റിസ്ഫാക്ഷനോ രോമാഞ്ചമോ ഒന്നും അതിനു മുമ്പോ ശേഷമോ തിയേറ്ററിൽ നിന്നും ഒരു മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടു. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഏത് സിനിമയിലെ ഏത് ഫൈറ്റിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്രിനാൽ റഷും റൊമാൻറ്റിഫിക്കേഷനും ഒക്കെ ഉണ്ടായത്? പുലിമുരുകനാണോ, ലൂസിഫർ ആണോ, അതോ ലേറ്റസ്റ്റ് ഇറങ്ങിയ എമ്പുരാനാണോ? കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ ഈ സീക്വൻസുകൾ പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. എന്തായാലും എമ്പുരാനിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സീൻ, മുടക്കിയ കാശിന് മുതലാക്കിയ സീൻ എന്ന് പ്രേക്ഷകർ തന്നെ എടുത്തു പറഞ്ഞ സംഭവം. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ കേരള വിഷു റിലീസുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ബുക്കിംഗ് നടക്കുന്നത് ബസൂക്കയ്ക്കും ആലപ്പുഴ ജിംഖാനയ്ക്കുമാണെന്ന് തന്നെ പറയാം. ബസൂക്ക കഴിഞ്ഞ ദിവസം അഡ്വാൻസ് സെയിലിൽ 800 ഷോകളിൽ നിന്നും 78 ലക്ഷവും ആലപ്പുഴ ജിംഖാന 603 ഷോകളിൽ നിന്നും 65 ലക്ഷവും നേടിയിട്ടുണ്ട്. കട്ടയ്ക്കാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. പിന്നെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി 218 ഷോകളിൽ നിന്നും 20 ലക്ഷവും മരണമാസ് 290 ഷോകളിൽ നിന്നും 12 ലക്ഷവും അഡ്വാൻസ് സെയിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് മമ്മൂക്കയുടെ ബസൂക്കയും നസ്ലിന്റെ ആലപ്പുഴ ജിംഖാനയുമാണ് കട്ടയ്ക്ക് നിൽക്കുന്നത്. ഇത് രണ്ടും വിഷു വിന്നറാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതിലാണ് ഏറ്റവും മികച്ച അഭിപ്രായം ലഭിക്കുക അത് ബോക്സ് ഓഫീസ് തൂക്കും എന്നതിൽ ഉറപ്പായി കഴിഞ്ഞു. അപ്പോഴാണ് ആലപ്പുഴ ജിംഖാനയുടെ പ്രമോഷന്റെ ഭാഗമായി നെസ്ലൻ അങ്ങ് കത്തിക്കേറിയിരിക്കുന്നത്. പ്രേമലു സ്വീകരിച്ച നാടുകളിലെല്ലാം നെസ്ലൻ ഇറങ്ങിയിട്ടുണ്ട് ആലപ്പുഴ ജിംഖാനയ്ക്ക് വേണ്ടി. അവിടെ നിന്നും സ്റ്റേജിലെ നെസ്ലന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ വൈറലാകുന്നതും. നെസ്ലനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് കോമഡി ചിത്രമായ ആലപ്പുഴ ജിംഖാന, തലിമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ആലപ്പുഴ ജിംഖാനയുടെ പ്രമോഷനായി ചെന്നൈയിൽ SRM കോളേജിൽ സിനിമയിലെ മുഴുവൻ താരങ്ങളും എത്തിയിരുന്നു. സ്റ്റേജിൽ സംസാരിക്കുന്നതിനിടെയാണ് തെലുങ്ക് പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ടുള്ള നെസ്ലന്റെ കമന്റ് എത്തിയത്. തെലുങ്ക് ആളുകൾ ഇവിടെ ഉണ്ടോ? എല്ലാവരുമേ നമ്മ ആളുകൾ താൻ, ജയ് ബാലയ്യ എന്നായിരുന്നു നെസ്ലൻ പറഞ്ഞത്. നെസ്ലന്റെ മറുപടിയിൽ ആവേശത്തിലാകുന്ന വിദ്യാർത്ഥികളെയും വീഡിയോയിൽ കാണാൻ കഴിയും. അടുത്ത സൂപ്പർ താരം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ ഒപ്പം കൂടിയിട്ടുണ്ട്. നെസ്ലന്റെ ഈ ഒരു പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന രീതി കണ്ട് ഉറപ്പിച്ചോ തെലുങ്കിൽ ഈ പടം സൂപ്പർ ഹിറ്റ് ആണ് എന്നത്. നെസ്ലന് കറക്റ്റായിട്ട് അറിയാം ആരെയൊക്കെ വീഴ്ത്തണമെന്നത്. സിനിമയിലെ ഓരോ അഭിനേതാക്കളെയും വലിയ കൈഡികളോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത്. സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും വലിയ കളക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചിത്രം ഏപ്രിൽ 10 പുറത്തിറങ്ങും.